ലയൺസ് ക്ലബ്ബ് ഓഫ് പാലാ സെൻട്രലിൻ്റെ നേതൃത്വത്തിൽ ചേർപ്പങ്കൽ ഹോളി ക്രോസ് HSSൽ പരീക്ഷ ഒരുക്ക ക്ലാസ് നടത്തി. ചേർപ്പങ്കൽ ലയൺസ് ഡിസ്ട്രിക്റ്റ് 318B യൂത്ത് എംപവർമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ലയൺസ് ക്ലബ്ബ് ഓഫ് പാലാ സെൻട്രലിൻ്റെ ആഭിമുഖ്യത്തിൽ 10ാം ക്ലാസ് കുട്ടികൾക്കായി പരീക്ഷ ഒരുക്ക ക്ലാസ് നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ജോജി അബ്രഹാമിൻ്റെ അധ്യക്ഷതയിൽ ലയൺസ് ജില്ലാ ചീഫ് പ്രൊജക്റ്റ് കോർഡിനേറ്റർ ലയൺസ് സിബി മാത്യു പ്ലാത്തോട്ടം നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ VA ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ആൻ്റണി ജോസഫ് ക്ലാസ് നയിച്ചു. ലയൺസ് ക്ലബ്ബ് മെമ്പർമാരായ അനിൽ തീർത്ഥം, സോജൻ കല്ലറയ്ക്കൽ, പ്രിൻസിപ്പൽ ശ്രീ ജെയ്സൺ ജേക്കബ്, ആൻസി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് ലയൺസ് ക്ലബ്ബ്. അത്തരത്തില് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളെ സ്നേഹബഹുമാനപ്പെട്ട ആന്റണി ജോസഫ് സാറാണ്. ഇന്നിവിടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ഇത്രയും ബുദ്ധിയില്ലായിരുന്നു കുട്ടികൾക്ക്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് മുതൽ ഉത്സാഹിച്ചാൽ നിങ്ങൾ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെക്കുക. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും അതുപോലെ തന്നെ ടിവിയുടെ മുമ്പിൽ നിന്നൊക്കെയുള്ള ഒരു മാറ്റം ഇന്ന് മുതൽ നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇനി വരുന്ന 3-4 മാസം നിങ്ങൾ ശരിക്കും ഒന്ന് ഉത്സാഹിച്ച് പഠിച്ചാൽ ഇനി വരുന്ന 2-3 മാസങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായിരിക്കും. സാറ് മുമ്പേ പറഞ്ഞതുപോലെ SLC ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതകാലം പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ 4 വയസ്സാകുന്ന സംഭവിച്ചെന്നറിയാവോ? ഈ പെൺകുട്ടിക്ക് പോളിയോ പിടിച്ചു കാലം തകർന്നുപോയി. അത് കാലിൽ തകർന്നുപോയി. അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് അതുകൊണ്ട് കാലിലിരിക്കുന്നുണ്ടോ? ലയൺസ് ക്ലബിനും അധ്യാപകരെയും അനധ്യാപകരെയും നന്ദി അർപ്പിക്കുന്നു. തന്റെ മുന്നിൽ ഒരു തടസ്സം ഉണ്ടാകുന്ന തടസ്സം മുകളിൽ കാണുന്നതാണ് മഴ. ഒരു കല്ലിൽ വെച്ച് മൂർച്ച പിടിപ്പിച്ചു. നന്നായി ഒന്നുകൂടി അടിച്ച് ഉറപ്പിച്ചു. ഒരുക്കങ്ങളൊക്കെ കാണിച്ചു. തുടങ്ങി. ഈ പെൺകുട്ടിക്ക് സൗഖ്യമാകാൻ തുടങ്ങി. കാലിനൊക്കെ ബലം വെച്ചു. പതുക്കെ നടക്കുവാൻ തുടങ്ങി. 8 വയസ്സൊക്കെ നടക്കുവാൻ തുടങ്ങി. 9 വയസ്സൊക്കെ ആയപ്പോഴും 9-10 വയസ്സൊക്കെ പതുക്കെ ഓർമ്മ തുടങ്ങി. 11 വയസ്സായ ഒരു കോച്ചിനെ ഈ പെൺകുട്ടി സംഘടിപ്പിച്ചു. 8 കോച്ച്
ആ കോച്ച് പഠിപ്പിക്കാൻ പരിശീലിപ്പിച്ചു. അവസാനം ഒളിമ്പിക്സ് വരെ ചെന്നു. 1956 ബെർലിൻ ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ടത്തിൽ പെൺകുട്ടിക്ക് ബ്രോൺസ് മെഡൽ കിട്ടി. ഒളിമ്പിക്സിലല്ല, സ്കൂൾ ഗെയിംസിൽ. I will be a successful person in life. I will be a successful person in life. Okay, that's it.